ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകൾ പരാജയപ്പെട്ടെങ്കിലും വനിതാ സംവരണം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ തീരുമാനിച്ച ബി. ഈ മാസം നടക്കുന്ന ബംഗാൾ തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതൊരു അജണ്ടയാക്കി മാറ്റാനാണ് BJP ശ്രമം. ഇതേ ലക്ഷ്യത്തിലാണ് തിടുക്കത്തിൽ സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നതുമായി കൂട്ടിച്ചേർത്ത് രംഗത്തെത്തിയത്. 2011 സെൻസസ് കണക്കുകൾ പ്രകാരം ലോക്സഭാ സീറ്റുകൾ 850 വർദ്ധിപ്പിച്ചാൽ BJPക്ക് കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അധികാരം നിലനിർത്താമെന്ന് അവർ കണക്കുകൂട്ടി. ബിൽ പരാജയപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായി ഉപയോഗിക്കാമെന്നുമുള്ള കുശാഗ്ര ബുദ്ധിയായിരുന്നു ഇതിന് പിന്നിൽ. 2014 നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം കഴിഞ്ഞ 12 വർഷത്തിനിടെ സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷവും ലഭിക്കാത്തതിനെ തുടർന്നാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടത്. ഭരണപക്ഷത്തിന് 298 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അനുകൂലമായി 230 പേർ വോട്ട് ചെയ്തു. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമുയർത്തിയപ്പോൾ തന്നെ ബിൽ പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ബില്ലുമായി മുന്നോട്ടു പോകാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. വനിതാ സംവരണ നിയമ ഭേദഗതി ബിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരിവേഷത്തോടെ തെരഞ്ഞെടുപ്പ് കളത്തിൽ പ്രചാരണ ആയുധമാക്കാനായിരിക്കും ഇനി BJPയുടെ നീക്കം. വനിതാ സംരക്ഷണ ബിൽ തങ്ങൾ കൊണ്ടുവന്നു, പ്രതിപക്ഷം തോൽപ്പിച്ചു എന്ന പ്രചരണമായിരിക്കും BJP മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക. ഭേദഗതി ബിൽ വോട്ടിനിടുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സ്പീക്കർ ഓം ബിർളയുമായും മന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം വനിതാ സംവരണത്തെ അല്ല, മണ്ഡല പുനർനിർണയത്തെയാണ് എതിർക്കുന്നതെന്ന വാദത്തിലൂന്നി തിരിച്ചടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. മണ്ഡല പുനർനിർണയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള BJP നീക്കത്തെ ചെറുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ വനിതകൾക്ക് 1/3 സംവരണം നൽകുന്ന 2023 നിയമം ഏപ്രിൽ 16 മുതൽ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച വിജ്ഞാപനമിറക്കിയിരുന്നു. 2026 സെൻസസ് 2028 അവസാനത്തോടെ പൂർത്തിയായാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയത്തിന് വർഷങ്ങളെടുക്കും. അതായത് 2029 അധികാരത്തിൽ വരുന്ന സർക്കാരാകും വനിതാ സംവരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക. ലോക്സഭയിലെ സീറ്റുകൾ കൂട്ടാൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്നിരിക്കെ 2029 സർക്കാരിന് 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കുകയോ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇപ്പോഴുള്ള സീറ്റുകളുടെ 1/3 വനിതകൾക്കായി നൽകേണ്ടി വരുമെന്ന സാഹചര്യമുണ്ടാകും.